ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ടാങ്കറുകൾ കൊണ്ടുപോകാനുള്ള ഷിപ്പിംഗ് കമ്പനികളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ നാവികസേന നിരസിച്ചുവെന്ന് ഇതുമായി ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എസ്കോർട്ട് നൽകണമെന്ന ഷിപ്പിംഗ് കമ്പനികളുടെ ദൈനംദിന അഭ്യർത്ഥനകൾ നാവികസേന നിരസിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനുമായുള്ള യുദ്ധം കാരണം ഷിപ്പിംഗ് നിർത്തിവെക്കുകയും ആഗോള എണ്ണ വിതരണത്തിന് ഭീഷണിയാകുകയും ചെയ്യുന്നതിനാൽ ഹോർമുസ് വഴിയുള്ള എസ്കോർട്ട് നിലവിൽ അസാധ്യമാണെന്ന് നാവികസേന പറയുന്നത്. ഈ കടലിടുക്ക് എസ്കോർട്ട് പ്രവർത്തനങ്ങൾക്ക് വളരെ അപകടകരമാണെന്ന് കരുതുന്നുവെന്ന് റോയിട്ടേഴ്സും CNN-ഉം റിപ്പോർട്ട് ചെയ്യുന്നു. കടലിടുക്ക് വഴിയുള്ള ഗതാഗതം വലിയ തോതിൽ നിലച്ചതിനാൽ നൂറുകണക്കിന് കപ്പലുകളാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. നിലവിൽ ഒരു രാജ്യത്തിനും ജലപാത പൂർണ്ണമായി സുരക്ഷിതമാക്കാൻ കഴിയുന്നില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ 1/5 ഭാഗത്തെയാണ് ഈ പ്രതിസന്ധി ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷിപ്പിംഗ് കമ്പനികൾ മിക്കവാറും എല്ലാ ദിവസവും എസ്കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു. ആക്രമണ സാധ്യത കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ എസ്കോർട്ട് സാധ്യമാകൂ, സ്രോതസ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ ടാങ്കറുകളെ അകമ്പടി സേവിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമയമാകുമ്പോൾ ആവശ്യമെങ്കിൽ നാവികസേനയും അതിൻ്റെ പങ്കാളികളും കടലിടുക്കിലൂടെ ടാങ്കറുകളെ അകമ്പടി സേവിക്കും എന്ന് ലാഗോയിൽ ഒരു പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇടുങ്ങിയ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം മിക്കവാറും നിലച്ചിരിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ തടസ്സം ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ 1/5 ഭാഗത്തിൻ്റെ കയറ്റുമതി തടഞ്ഞു. ഇത് വില കുത്തനെ ഉയരാൻ കാരണമായിരിക്കുകയാണ്. നൂറുകണക്കിന് കപ്പലുകളാണ് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി കപ്പലുകൾ ഇതിനകം ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. യുദ്ധസമയത്ത് കടലിടുക്ക് ഫലപ്രദമായി അടച്ചിട്ടുണ്ടെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡുകളിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണെന്നും കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനും നേരെ ഇറാൻ വെടിയുതിർക്കുമെന്നും പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടലിടുക്കിലെ സ്ഥിതിയെ മരണതാഴ്വര എന്നാണ് ഒരു സ്രോതസ് വിശേഷിപ്പിച്ചത്. എസ്കോർട്ട് കപ്പലുകളെ മറികടക്കാൻ കഴിയുന്ന മൈനുകൾ, ഡ്രോണുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ എന്നിവ വിന്യസിക്കാനുള്ള ഇറാന്റെ കഴിവാണ് അപകട സാധ്യതയുള്ള മേഖലയായി ഹോർമുസ് കടലിടുക്കിനെ മാറ്റിയിരിക്കുന്നത്. 1-2 കപ്പലുകളെ ഒരു കൂട്ടം അതിവേഗ ബോട്ടുകളോ ഡ്രോണുകളോ ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ കഴിയും. ഒരു വലിയ അന്താരാഷ്ട്ര നാവിക സഖ്യം പോലും ജലപാത സുരക്ഷിതമാക്കാൻ പാടുപെടുമെന്ന് സുരക്ഷാ വിശകലന വിദഗ്ധർ പറയുന്നു. ഈ മേഖലയിലെ ഇറാന്റെ സൈനിക ശേഷികളിൽ ഖനികൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾ, ആത്മഹത്യാ കപ്പലുകൾ, തീരദേശ മിസൈൽ ബാറ്ററികൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ തടസ്സത്തിൻ്റെ വ്യാപ്തി ആഗോള ഊർജ വ്യവസായത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തുടർച്ചയായ തടസ്സങ്ങൾ ആഗോള വിപണികളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി അരാംകോ മുന്നറിയിപ്പ് നൽകുന്നു. ഷിപ്പിംഗ് തടസ്സങ്ങൾ തുടർന്നാൽ ലോക എണ്ണ വിപണിയിൽ ദുരന്തകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കമ്പനി പറഞ്ഞു. ഇപ്പോൾ കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകൽ ഉറപ്പാക്കുന്നതുവരെ പ്രതിസന്ധി നിലനിൽക്കുമെന്നാണ് വാണിജ്യ വൃത്തങ്ങൾ പറയുന്നത്.